അപ്പം നമ്മളങ്ങനെ കറങ്ങി കറങ്ങി നമ്മുടെ കലങ്കോട്ട് ബീച്ചിലെത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഗോവ. നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്ററുടെ സ്റ്റാച്യു ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ഛായാനാഥ് ബി ബന്ധുക്കർ. അപ്പം നമുക്ക് മലയാളിയാണ്, മലയാളി, എറണാകുളം. അതെ അതെ. ചാനല് എൻ്റെ പേര് തന്നെയാണ്, ഷഹ്മോൻ ബി പറയലി. അത് ഞാനൊരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ വെച്ചാൽ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കവർ ചെയ്ത് വ്ളോഗാക്കി വിടാമല്ലോ എന്ന് വിചാരിച്ചു. ജോയൽ. അപ്പോൾ അങ്ങനെ ചുമ്മാ തുടങ്ങി വിട്ടതാണ്. അവിടെ ആദ്യത്തെ പടം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത പടം അനൗൺസ് ചെയ്യാനൊക്കെ മുമ്പ് കെങ്കിയമോ കഴിഞ്ഞ പടം. ഇനിയിപ്പോൾ അടുത്തത് ജനുവരി അനൗൺസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് കുറേ ട്രാവലുണ്ട്, ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടുമുട്ടിയതാണ് ഇവിടെ. ചാനലിൻ്റെ പേരെന്താ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഒരു ടീമിനെ കൂടി കണ്ടുമുട്ടി. മല്ലൂസ് നമ്മൾ എവിടെ ചെന്നാലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗോവയിൽ അങ്ങനെ വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. പക്ഷേ 2-3 സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ നേരെ പോകുന്നു കല്ലങ്കോട്ട് ബീച്ചിൻ്റെ തീരെ കാഴ്ചകൾ. ഷോപ്സ്. ഇപ്പോൾ മോർണിംഗ് ആണ്. മോർണിംഗ് തന്നെ നല്ല ക്രൗഡുണ്ട്. ഇവിടെ ശംഖൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുറേ കടൽ സാധനങ്ങളൊക്കെ വിൽക്കാൻ. ഇവിടെ ഡ്രസ്സുകൾ, ലേഡീസ് വെയറുകൾ, ഗോവൻ സ്റ്റൈലിലുള്ള ഷർട്ട്സ്. അപ്പം ഇങ്ങനെ ഇറങ്ങി വേണം കലങ്കോട്ട് ബീച്ചിലെ എൻട്രി. ഇതാണ്. അപ്പോൾ മോർണിംഗുള്ള ക്രൗഡാണ് കേട്ടോ. നല്ല നൈസ് ക്രൗഡല്ലേ നോക്കി. ഒരു പ്ലാനറ്റ് ഗോവ ഒരു ഇതിലേക്ക് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്, അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ നമ്മൾ ഒരു കലങ്കോട് ഒരു പ്ലെയിൻ ബീച്ചാണ്. പക്ഷേ കലങ്കോട് ഒത്തിരി എൻഗേജ്മെൻറ്റുകൾ കൂടുതലുള്ള ബീച്ചാണ്. അതായത് ബോട്ടിങ്, അതുമാതിരി വാട്ടർ അഡ്വഞ്ചേഴ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കലങ്കോട് ബീച്ചിൽ റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്, പഴയ വില്ലീസ്. ഇത് പഴയ വില്ലീസ് അല്ല അല്ലേ? നൈസല്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വീക്ക്നെസ്സാണ്, എന്ത് ചെയ്യാം. ഐ ലവ് ഗോവ. എല്ലാവരും മിക്കവാറും പേര് നെഞ്ചിലുണ്ട് ഐ ലവ് ഗോവ. ചെറിയ ചെറിയ തിരകളൊക്കെ ഉണ്ട്. ഇവിടെ കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഇല്ല. നേരെ ഇതിൽ നിന്ന് നേരെ പോകുന്നത് കടലിലേക്കാണ്.
കളിച്ച് മറിയുന്ന സ്ഥലമാണ് കല്ലങ്കോട്. നമ്മളിതുവരെ പല ബീച്ചുകളിലും പോയിട്ടും ഇങ്ങനത്തെ ഒരു ഇത് നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോഴും ഇതിൽ കളിക്കില്ലേ, മറ്റേ തിരകളിൽ കളിക്കില്ലേ കടലിൽ വന്നിട്ട്, അതുപോലത്തെ ഒരു ഫീല് കല്ലങ്കോട് വന്നപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. കെട്ടി വരച്ചുകൊണ്ട് വന്ന സാധനമൊക്കെ ഉണ്ട് അവിടെ. തിരകൾ നല്ല രസമുള്ള തിരകളുണ്ട്, നല്ല തിരകളുണ്ട്, നല്ല തിരയുണ്ട്. അടിപൊളിയാണ്. ഒരു രസമുണ്ട്. വലിച്ച് കറക്കി കയറുന്നതാണ് ട്രാവൽ കഴിഞ്ഞ് വന്നതിന് ശേഷം ബോട്ട്. അവർ ആ റൈഡ് കഴിഞ്ഞ് തിരിച്ച് വരും തുടങ്ങും. എന്താണ് ജിയോ മോയനോ. അടിപൊളി. ഇതിൻ്റെ അങ്ങേയറ്റത്ത് നമ്മൾ ഇത്ര നേരം കണ്ട അങ്ങേയറ്റത്ത് കണ്ടില്ലേ, അത് ശരിക്കും നമ്മളിപ്പോൾ പോയില്ലേ ബാഗ ബീച്ച്. അപ്പോൾ ബാഗ ബീച്ചാണ് അങ്ങേയറ്റത്ത് കാണുന്നത്. ഇത് ഭയങ്കര ക്രൗഡായിരിക്കും. ഈ കൊല്ലങ്കോട് എപ്പോഴും ഭയങ്കരമായിട്ട് ക്രൗഡുള്ള സ്ഥലമാണ്. അത് എനി ടൈം അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഇവിടെ അടുത്ത് നിറയെ ഷോപ്സുകളുണ്ട്, കുറേ രസമുള്ള പറയല്ലേ ഇത്തരം ഗെയിംസുകളുണ്ട്. ഇത്തരം ഗെയിംസുകൾ ഉള്ളത് 2-3 ബീച്ചിലേക്കേ ഉള്ളൂ. ഒന്ന് അഞ്ചന ബീച്ചിൻ്റെ ഭാഗത്തുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. എന്താ ഇതല്ലേ മോർണിംഗ് 9 o'clock 10 o'clock ക്രൗഡാണ് ഈ കാണുന്നത്. അപ്പോൾ നോക്കിയോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. അതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് 3 to 5 ആണ്. 3 ശേഷം രാത്രി ചിലപ്പോൾ 2 മണി വരെ പോകും അത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഇതെന്തായിരിക്കും എന്നുള്ള ആലോചിക്കും. സോ അപ്പോൾ നമ്മളൊരു ഭംഗിയുള്ള ബീച്ചിൻ്റെ ഇത് കണ്ടല്ലേ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ക്രൗഡ്ഫുൾ ബീച്ച്. ഇതാണ് കല്ലങ്കോട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു സൈൻ ഓഫ്. മിക്കവാറും സൈൻ ഓഫ് ചെയ്യുമ്പോഴാണ് ചില കാഴ്ചകൾ നമുക്ക് കിട്ടാറ്. പക്ഷേ ഇവിടെ എല്ലാവരും ഓണാണ്, നല്ല എൻഗേജ്മെൻറ്റ് മൂഡിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സൈൻ അപ്പ് ചെയ്യാം. Okay, bye.